നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജാഫർ ഇടുക്കി ചേട്ടൻ പറഞ്ഞു പറഞ്ഞു വൈറലാക്കിയ പോത്തിറച്ചിക്കറിയില്ലേ, അതാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ കൊതി തോന്നാ കറി കണ്ട് കണ്ട് എന്നാ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയേക്കാന്ന് ഞാനും വിചാരിച്ചു. എന്റെ പൊന്നോ, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ചിലപ്പോൾ നമ്മുടെ 90s കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാവും. മിക്കവാറും ഞായറാഴ്ചകളിൽ നമുക്ക് ആ പല വീടുകളിൽ നിന്നും കിട്ടുന്ന ഒരു ബീഫിന്റെ ഒരു ആ പോത്തിറച്ചിക്കറിയുടെ ഒരു സ്മെല്ലില്ലേ, ഏറ്റവും ആ സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും ഒരു 10 വറ്റൽമുളകും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതായിപ്പോൾ നമ്മുടെ മല്ലി മുളകും ഒക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ആ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ മല്ലിയുടെയും വറ്റൽമുളകിൻ്റെ ആ പേസ്റ്റ് ഇല്ലേ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിനാവശ്യമായിട്ട് ഒരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കൂട്ടി പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാനാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. പക്ഷേ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിതാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ വരുന്നേ. ഇനി നമ്മളൊരു മൺചട്ടി എടുക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളൊരു മൺചട്ടിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ട് എത്രത്തോളം എരിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോളം പച്ചമുളക് ഇടുക. ഇനി അതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ മല്ലിയും മുളകും ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ടായിരിക്കും നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി ആ പാത്രം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വേണമായിട്ടല്ല, ആ മസാല കളയണ്ടല്ലോ എന്നോർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇതിന് ചെറുതായിട്ടൊരു തിളയൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങി. ഇനി അത് നമ്മൾ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് വേണം ചെയ്യാൻ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റെങ്കിലും ചട്ടിയിലായതുകൊണ്ട് നമുക്ക് അത്രയും നേരമെങ്കിലും വേവിച്ചാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ല കേട്ടോ. പിന്നെ അത്രയും ആ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. ഇതെല്ലാം ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ട് നമ്മൾ കുക്കറിലൊന്നും ഇടുന്നില്ല, ഡയറക്റ്റ് ചട്ടിയിൽ തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഒരു 40-45 മിനിറ്റെങ്കിലും 1/2 കിലോ ബീഫ് വേകാനെടുക്കും. ഇപ്പോൾ ഇതൊരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ തിളയ്ക്കുന്ന കേട്ടോ, ഗുളുന്ന് തിളയ്ക്കുന്ന കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ല്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയാണ് നമ്മുടെ കലാശക്കൊട്ട്. നമ്മൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ ഇടുന്നത് 1/2 കിലോ ബീഫിന്. അപ്പോൾ ഇനി ആ ഉലുവയൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ആ ഉലുവയെല്ലാം മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഉള്ളി അങ്ങനെ ചുമന്നൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ഇപ്പോൾ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയിൽ കിടന്ന ആ ഉള്ളിയും ആ ഉലുവയൊക്കെ മൂക്കുന്നൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ.
ഭയങ്കര ഒരു നല്ല സ്മെല്ലാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാനതിൽ നമ്മുടെ ചേട്ടൻ പറയട്ടെ ഒരു കാര്യം ആഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളകില്ലേ, അത് നമ്മൾ ബീഫ് എടുത്ത് വെക്കുമ്പോൾ ഒരു ശേലായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കുറച്ച് ഒരു 4 വറ്റൽമുളകും കൂടെ അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആ ബീഫ് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് പറ്റിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. എന്തിനാ അടച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും ഉലുവയുടെയും ഒക്കെ ആ എസൻസ് ഒന്ന് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും നല്ല സ്മെല്ലായിട്ടാണ് കേട്ടോ. നമ്മൾ മിക്കവാറും ഈ നമ്മുടെ ചെറുപ്പത്തിൽ അമ്മൂമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു നമ്മുടെ പണ്ടത്തെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചേക്കുന്ന ആ ഒരു കറിയില്ലേ, ആ കറിയുടെ ഒരു സ്മെല്ലും ആ കറിയുടെ അതേ ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് എൻ്റെ ഒരു അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് വരുന്നത് ഇപ്പം. അത്ര നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു മല്ലിയും മുളകും ഒക്കെ ഇങ്ങനെ വറുത്തിട്ട് അരയ്ക്കുന്നതുകൊണ്ടായിരിക്കാം അത്ര ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ആ ഉലുവ കടിക്കാൻ കിട്ടുന്നുണ്ട്. നന്നായിട്ട് വറുത്ത ഉലുവയല്ലേ, അപ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പം ശരിക്കും ഒരു കയ്പോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. ഈ ഇടയ്ക്ക് ബീഫിൻ്റെ ഇടയ്ക്കൂടെ ആ ഉലുവയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ മുളകും മല്ലിയും ഒന്ന് വറുത്തൊന്ന് അരയ്ക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പണി എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.